മക്കളുടെ ഉപരിപഠനം എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ മാതാപിതാക്കൾക്ക് ആശങ്കയാണ്. ഈ ആശങ്ക ആദ്യം വരുന്നതുമെല്ലാം അയൽ സംസ്ഥാന മാഫിയ കേരളത്തിലെ ഏജൻറ്റുമാരെ ഉപയോഗിച്ച് നിങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ തന്നിട്ട് വിശദീകരണമാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ കണ്ടന്റ്. നമസ്കാരം, ഞാൻ എം കെ തോമസ്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം 2025 പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നു. ഇപ്പം മാതാപിതാക്കൾക്കും ഒക്കെ ആശങ്കയാണ്, എൻ്റെ കുട്ടിയെ എവിടെ വിടണം, എങ്ങനെ വിടണം. ഫോൺ കോളുകളുടെ പ്രവാഹമാണ്. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇവരൊക്കെ എന്നെ വിളിക്കുന്നതെന്ന്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവ് അയച്ചു തന്നു ഒരു ഫീസ് സ്ട്രക്ചർ, കഴിഞ്ഞ കൊല്ലം കൊടുത്ത ഒരു കോളേജിൻ്റെ, നേഴ്സിംഗ് കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ. സാറേ, ഇത് യഥാർത്ഥമായ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഫീസ് സ്ട്രക്ചറാണോ എന്നാണ് ആവശ്യം. ഞാൻ അതിനെപ്പറ്റിയുള്ള വിശകലനം അതിൻ്റെ ഒരു വിശദീകരണം ഈ വീഡിയോ തരാം. മുമ്പോട്ട് ഈ വീഡിയോയുടെ പല ഭാഗങ്ങളുണ്ട്, ഇനിയും വരുന്നുണ്ട് പല കോളേജുകളിൻ്റെ. നേഴ്സിങ്ങിൻ്റെ തുടങ്ങാം. എനിക്ക് ആ രക്ഷകർത്താവ് അയച്ചു തന്നത് RR കോളേജ് ഓഫ് നേഴ്സിംഗ്. നിങ്ങൾക്കറിയായിരിക്കും, കേട്ട് കാണും. വലിയൊരു കുപ്രസിദ്ധ സ്ഥാപനമാണ് RR കോളേജ് ഓഫ് നേഴ്സിംഗ്, ബാംഗ്ലൂർ. അവിടുത്തെ ഫീസ് നിരക്കുകൾ ഞാനൊന്ന് പറയാം. അവർ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതാണ്. ഇത് ഫീസ് നിരക്ക് ഇത് കാണുമ്പോഴേ നമുക്കൊരു കാര്യം അറിയാം, ഈ ഫീസ് നിരക്ക് ഇങ്ങനെ പ്രസിദ്ധീകരിക്കാനും ഫിക്സ് ചെയ്യാനും ഇവർക്ക് യാതൊരു അവകാശമോ അധികാരമോ കൊടുത്തിട്ടില്ല. ഉപരിപഠനം ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ഓരോ രക്ഷിതാവിൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ സ്റ്റേറ്റിലും എല്ലാ സ്ഥാപനങ്ങളും നിബന്ധനകൾ പാലിച്ചിരിക്കണം. സർക്കാർ പുറപ്പെടുവിക്കുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണം. അല്ലാതെ സ്വന്തമായി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഞാനാണ് അവിടുത്തെ എൻ്റെ കോളേജിൻ്റെ ഫീസ് നിശ്ചയിക്കുന്നത്, അങ്ങനെ ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ പോയാൽ അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ ലംഘനമാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന കോളേജ് ഇതുപോലെയൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട്, ഇതുപോലെ ട്യൂഷൻ ഫീസും മറ്റേ കുറേ കണകുണ ഫീസുകളുണ്ട്, ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ അവർക്ക് സർക്കാർ അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവ് കാണിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ് വ്യാജമാണെന്ന് പറഞ്ഞ് എന്നെ തൂക്കി താർത്തിട്ടെ. ഒരു സ്ഥാപനമാണ്, ഞാൻ പറഞ്ഞല്ലോ, RR കോളേജ് ഓഫ് നേഴ്സിംഗ്. അവിടുത്തെ ഫീസ് നിരക്കുകൾ, വിലപട്ടിക ഞാൻ വായിക്കാം. ആദ്യം പറയുന്നുണ്ട് ഹോസ്റ്റൽ ഫീസ് ഫസ്റ്റ് ഇയർ 35,000 രൂപ. പോകട്ടെ. അടുത്തതാണ് കേട്ടുകേഴ്വി ഇല്ലാത്ത വേറൊരു ഫീസ്, ICT ഫെസിലിറ്റി. ഈ നേഴ്സിംഗ് കോളേജിന് ICT ഫെസിലിറ്റി എന്താണെന്ന് അറിയത്തില്ല. ഇനി അങ്ങനെ ഒരു ഫീസ് മേടിക്കാൻ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലോ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ടോ നിലവിൽ എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അവർ പേപ്പർ കാണിക്കട്ടെ. ICT ഫെസിലിറ്റി എത്ര രൂപ എന്നറിയാമോ? 15,000 രൂപ. അടുത്തത് ഇൻറ്റിഗ്രേറ്റഡ് ഫീ ഫസ്റ്റ് ഇയർ. എന്താണെന്നറിയില്ല ഇൻറ്റിഗ്രേറ്റഡ് ഫീസ് 15,000 രൂപ, നിയമവിരുദ്ധം. അടുത്ത വേറെണ്ണം മെസ് ഫീ ഫസ്റ്റ് ഇയർ 35,000 രൂപ. അപ്പം ഈ താമസവും ഭക്ഷണവും കൂടെ 70,000 രൂപ ചാർജ് ചെയ്യുന്നുണ്ട് ഒരു വർഷം. പിന്നെ അടുത്തത് അത് സർക്കാർ പറഞ്ഞ ഫീസാണ്, ട്യൂഷൻ ഫീസ് ഫസ്റ്റ് ഇയർ 1,40,000 രൂപ ഫസ്റ്റ് ഇയർ ട്യൂഷൻ ഫീസ്. അയ്യോ, അടുത്തത് എക്സ്ട്രാ ഫീസ് ഫോർ ഫസ്റ്റ് ഇയർ സെമസ്റ്റർ 35,000 രൂപ. പിന്നെ അടുത്തത് യൂണിഫോം ഫീസ് 6,000 രൂപ. അത് പോട്ടെ. യൂണിവേഴ്സിറ്റി ഫീസ് 14,000. യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട് 5,800 6,000 രൂപയ്ക്ക് അടുത്താണ് ഒരു കുട്ടി യൂണിവേഴ്സിറ്റിയിൽ വിവിധ ഫീസുകളായിട്ട് അടയ്ക്കേണ്ടത്. ആ 6,000 രൂപ 5,800 6,000 രൂപയുടെ സ്ഥലത്താണ് 14,000 രൂപ. യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞ് 8,000-ഓളം രൂപ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റുന്നു. മറ്റുള്ള കൂട്ടുകാർ പിന്നെ ഇൻ്റർനെറ്റ് ലൈബ്രറി ജേർണൽസ് 20,000 രൂപ. യൂണിവേഴ്സിറ്റിക്ക് ആപ്പാടെ ഹെൽനെറ്റ് ഫീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, 2,000 രൂപയേ ഉള്ളൂ.
അതാണ് 20,000 രൂപ അടിച്ചു മാറ്റുന്നത്. കോഷൻ ഡെപ്പോസിറ്റ് 7,500. കുഴപ്പമില്ല. ഇനി അടുത്തതാണ് ഞെട്ടിക്കുന്നൊരു ഫീസ്. രജിസ്ട്രേഷൻ ഫീസ് 1,95,000 രൂപ. രജിസ്ട്രേഷൻ ഫീസ് 1,95,000 രൂപ. എന്നെ കൊള്ളയാന്നറിയോ, എന്നെ തട്ടിപ്പാന്നറിയോ? നിയമവിരുദ്ധമല്ല, നിയമവിധേയമാണ് ഈ അഡ്മിഷൻ രജിസ്ട്രേഷൻ ഫീസ് 1,95,000 മേടിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു പേപ്പർ എന്നെ കാണിക്കട്ടെ. ഞാൻ ക്ഷമയം പറഞ്ഞ് ഈ പരിപാടി നിർത്തിക്കോളാം. പിന്നെ വേറെ ഒരു സംഗതി ഉണ്ട്. അഡ്മിഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫീസ് 1,000 രൂപ. അങ്ങനെ ആദ്യത്തെ വർഷം 5,18,500 രൂപ. നിങ്ങളുടെ നിന്ന് എത്ര രൂപ അടിച്ചു മാറ്റുന്നറിയാവോ? കണക്കൂട്ടിക്കോ. 15,000 രൂപ ICT ഫെസിലിറ്റി. ഇൻറ്റിഗ്രേറ്റഡ് ഫീസ് ഫസ്റ്റ് ഇയർ 15,000 രൂപ. എക്സ്ട്രാ ഫീസ് ഫോർ ഫസ്റ്റ് ഇയർ 35,000 രൂപ. യൂണിവേഴ്സിറ്റി ഫീസ് ഒരു 6,000 രൂപയ്ക്ക് പകരം 14,000 രൂപ, അവിടെ 8,000 രൂപയും വാങ്ങിച്ചു. പിന്നെ ഇൻ്റർനെറ്റ്, ലൈബ്രറി, ജേർണൽസ് 2,000 രൂപയ്ക്ക് 20,000 രൂപ. രജിസ്ട്രേഷൻ ഫീസ് 1,95,000 രൂപ. സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഈ അഡ്മിഷൻ ഫീസ് എന്നൊക്കെ രജിസ്ട്രേഷൻ ഫീസ് എന്നൊക്കെ പറയുന്നത് ഡൊണേഷൻ ക്യാപിറ്റേഷൻ വിഭാഗത്തിൽ വരും. സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവുള്ളതാണ്. പ്രൊഹിബിഷൻ ഓഫ് ക്യാപിറ്റേഷൻ ഡൊണേഷൻ ഫീസ്. എനി ഫീസ് അതർ ദാൻ കളക്റ്റഡ് ആൻഡ് ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് നിശ്ചയിച്ച ഫീസിൽ കൂടുതൽ വാങ്ങിക്കുന്നത് അതിനെയാണ് ക്യാപിറ്റേഷൻ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ രജിസ്ട്രേഷൻ ഫീസ് 1,95,000, 1,95,000 രൂപ. ഇത് പറയുമ്പം ഏജൻറ്റ് ഏകദേശം 2,00,000 രൂപ നിങ്ങളുടെ നിന്ന് കോളേജ് വാങ്ങിച്ച് ഏജൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണം ധരിക്കാൻ. ഇതുപോലെ ഈ ഒരു സ്ഥാപനമല്ല, ഒരുപാട് സ്ഥാപനങ്ങൾ പൊങ്ങി വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം, കർണാടകയിൽ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ KEA കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന എൻട്രൻസ് പരീക്ഷയിൽ പങ്കെടുത്താൽ 1,40,000 രൂപ ട്യൂഷൻ ഫീസ് കൊടുത്താൽ മതി. ഈ 1,40,000 ചോദ്യം ചെയ്ത് ഞാൻ കൊടുത്ത പൊതുതാൽപര്യ ഹർജി കോടതി നിലനിൽക്കുന്നു. കർണാടക ഹൈക്കോടതി നിലനിൽപ്പുണ്ട്. കേരളത്തിലെ അയൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക്, കർണാടക നഴ്സിംഗ് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും ഒരു 1,40,000 കുറവ് പ്രതീക്ഷിക്കാം. 1,40,000 വേറൊരു ഫീസ് മേടിക്കാൻ എവിടെ എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ കണക്ക് കൂട്ടിക്കോ. ഈ കൊള്ളയടിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് ജാഗരൂകരായിട്ടിരിക്കുക. ഈ ചൂഷണം ഇനിയും ഒരുപാട് കോളേജുകളിലെ പുതിയ വർഷത്തെ ഫീസ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. വിശകലനങ്ങൾ വീണ്ടും തരാം, അപ്ഡേറ്റ് ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ പറയുക. ഏതെല്ലാം കോളേജിൻ്റെ അറിയണം എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം നല്ലതോ ചീത്തയോ? ചീത്തയാണ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, നമ്മളെ ബാധിക്കാറില്ല. വീണ്ടും പുതിയ വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.